നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന തട്ടുകടകളിൽ ചായ കാപ്പിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഒരു മുഷിഞ്ഞ ഡ്രസ്സിലൊക്കെ ആയിരിക്കും അവർ ജോലി ചെയ്യുന്നതൊക്കെ. പക്ഷേ ആ സാധനത്തിനൊക്കെ ഒരു 10 രൂപ 12 രൂപ റേഞ്ചിൽ നമുക്ക് കാപ്പിയും ചായയൊക്കെ കിട്ടൂലോ. പക്ഷെ അതേസമയം കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ GSTയും ഇത് ബില്ലും എല്ലാം കൂടെ ചെന്ന് ചിലപ്പോൾ ഒരു 10-20 രൂപ വരെ വരുന്നുണ്ട്. അതേ സാധനം തന്നെ കുറച്ചുകൂടെ ഹൈ ലെവൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ, ഏകദേശം ഒരു നല്ല റേഞ്ചിലുള്ള ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് സപ്ലയേഴ്സും നല്ല തൊപ്പി വെച്ച കുക്സും ഒക്കെ ഉള്ള കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 100 രൂപയ്ക്ക് മേടി വരും ആ ചായയുടെയും കാപ്പിയുടെ ഒക്കെ റേറ്റ് ഇല്ലേ. 100 രൂപ ആയിരിക്കത്തില്ല, 500 രൂപ വരെ റേഞ്ച് വില വരുന്ന GST എല്ലാം ആഡ് ചെയ്ത് അവരുടെ എക്സിക്യൂട്ടീവ് രീതിയിലുള്ള സാധനങ്ങൾ ടിപ്പും എല്ലാം കൊടുക്കുന്ന ആ കടകൾ വരും. അപ്പം ഈ ചായ തന്നെ നമ്മൾ ആദ്യം ഈ 12 രൂപയ്ക്ക് കിട്ടുന്ന ചായ തന്നെയാണ് ഈ ഹൈ ക്ലാസ് ഹോട്ടലിൽ നമുക്ക് കിട്ടുന്നത്. ടേസ്റ്റ് ഏകദേശം സെയിം, ചിലപ്പോൾ ഏറ്റവും നമുക്ക് ടേസ്റ്റ് തോന്നുന്ന ചിലപ്പോൾ ഈ തട്ടുകടയിലായിരിക്കാം. പക്ഷെ എന്നാലും അവർ ആ പ്രിസർവ് ചെയ്യുന്ന രീതി, അത് ആ ചായയുടെ പോകുന്ന രീതി നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഓരോ സാധനം പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ആ സർക്കംസ്റ്റൻസസ്, അതുപോലെ തന്നെയാണ് നമ്മളും നമ്മുടെ വില നിശ്ചയിക്കുന്നത്. നമുക്ക് വില ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ സർക്കംസ്റ്റൻസസ് ആണ് തീരുമാനിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം എങ്ങനെയാണോ അതാണ് നമ്മുടെ വില നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത് എക്സാക്റ്റ് ആണ് ആ കാര്യം. അതെന്താണ് ഏറ്റവും നല്ല ഉദാഹരണമാണ്, നമുക്ക് അത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്.